നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് വാഴ്ത്തപ്പെടുന്ന ഫ്രാൻസ് ബെക്കൻബോർ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെയാണ് ഈ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 78 വയസ്സായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണ് ഈ ഒരു ജർമ്മൻ ഇതിഹാസം. ജർമ്മനിയുടെ ദേശീയ ടീമിനു വേണ്ടിയും ജർമ്മൻ വമ്പന്മാരായ ബയേണിനു വേണ്ടിയും ദീർഘകാലം ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരു താരമായും ഒരു പരിശീലകനായും വേൾഡ് കപ്പ് നേടിയ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ അപൂർവ താരങ്ങളിൽ ഒരാളാണ് ഇദ്ദേഹം. ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം 2 തവണ ബെക്കൻബോർ നേടിയിട്ടുണ്ട്. മാത്രമല്ല ബയേണിനൊപ്പവും ജർമ്മനിയുടെ ദേശീയ ടീമിനോടൊപ്പവും നിരവധി നേട്ടങ്ങൾ ഇദ്ദേഹം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ ലോകം ഒന്നടങ്കം ഈ ഇതിഹാസത്തിന് ഇപ്പോൾ ആദരാജ്ഞലികൾ നേർന്നിട്ടുണ്ട്. സൂപ്പർ താരം ലയണൽ മെസ്സി ബെക്കൻബോറിൻ്റെ ഒരു ചിത്രം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. QEPD എന്നാണ് അതിൻ്റെ ക്യാപ്ഷനായിക്കൊണ്ട് നൽകിയിട്ടുള്ളത്. അതായത് റെസ്റ്റ് ഇൻ പീസ് എന്നാണ് ഇതിൻ്റെ അർത്ഥമായിക്കൊണ്ട് വരുന്നത്. മാത്രമല്ല തോമസ് മുള്ളർ, ഗ്യാരി ലിനേക്കർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ഇതിഹാസത്തിന് ഇപ്പോൾ ആദരാജ്ഞലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ് ഈ ഇതിഹാസത്തിൻ്റെ വിയോഗം. 1965 മുതൽ 1977 വരെയാണ് ജർമ്മനിയുടെ ദേശീയ ടീമിന് വേണ്ടി ഫ്രാൻസ് ബെക്കൻബോർ കളിച്ചിട്ടുള്ളത്. 100-ൽ പരം മത്സരങ്ങളിൽ അദ്ദേഹം ബൂട്ടണിഞ്ഞിട്ടുണ്ട്. 1964 മുതൽ 1977 വരെ ബയേണിന് വേണ്ടി ഇദ്ദേഹം കളിച്ചു. തുടർന്ന് അമേരിക്കൻ ക്ലബ്ബായ ന്യൂയോർക്ക് കോസ്മോസിന് വേണ്ടിയും ഇദ്ദേഹം കുറച്ചു കാലം കളിച്ചിട്ടുണ്ട്. ഏതായാലും താരം എന്ന നിലയിലും പരിശീലകൻ എന്ന നിലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പ്രതിഭയെയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തിന് നഷ്ടമായിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.